Hello guys, welcome back. നമുക്ക് ഇന്ന് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഹോപ്പ് യു സോ നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആൻഡ് ഈ ടോപ്പ് പോർഷനിലും വരും. നിങ്ങളുടെ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് പോയിൻറ്റേഴ്സിൻ്റെ കുറച്ചും കൂടി സാൻഫൗണ്ടറിയിലെ മൾട്ടിപ്പിൾ MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഓക്കെ, ഇൻറ്റ് സ്റ്റാർ എഫ്. ഓൾറൈറ്റ്, ഒരു ഇൻറ്റ് സ്റ്റാർന്ന് ഈ ഇൻറ്റ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേനും ഇതൊരു പോയിൻറ്റർ അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് ആയിരിക്കും ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അത് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. ഇൻറ്റ് മെയിൻ. ഓൾറൈറ്റ്, ഇൻറ്റ് സ്റ്റാർ പി ഒരു പോയിൻറ്റർ ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, ആൻഡ് അതിലേക്ക് നമ്മുടെ ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യുന്നത് അത് നമ്മുടെ പോയിൻറ്ററിലോട്ട് ഇനിഷ്യലൈസ് ആവും. സോ ആസ് ഇതിന് കുഴപ്പമില്ല, ബിക്കോസ് എന്താണ് നമ്മളിവിടെ ഇൻറ്റ് സ്റ്റാർ എഫ് ആണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ തിരിച്ച് വരുന്നത് ഒരു പോയിൻറ്ററിൻ്റെ അഡ്രസ്സ്, ഒരു അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു പോയിൻറ്റർ ആയിരിക്കും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റിന് കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇവിടെ ഫംഗ്ഷൻ കോളും കൂടിയാണ്. സോ ഈ ഫംഗ്ഷൻ കോളും കൂടി വരുമ്പോൾ നമുക്ക് ഫംഗ്ഷനിലോട്ട് പോകും. ഇവിടെ നിന്ന് നേരെ കൺട്രോൾ ഫംഗ്ഷനിലോട്ട് പോകും, ഫംഗ്ഷൻ ഡെഫിനേഷനിലോട്ട് പോകും. ഇൻറ്റ് സ്റ്റാർ എഫ് ഇൻറ്റ് j is equal to 10, നോ പ്രോബ്ലം. റിട്ടേൺ ആംപർസാൻഡ് j. ഓക്കെ, ഇവിടെ അഡ്രസ്സ് റിട്ടേൺ ചെയ്യുവാണ്. ആൻഡ് ഓക്കെ, അഡ്രസ്സ് റിട്ടേൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. ആൻഡ് ഐ തിങ്ക് ഇതോടെയാണ് നമ്മൾ പ്രിൻ്റ് എഫിൽ നമ്മൾ സ്റ്റാർ പി ഒക്കെ ആക്സസ് ചെയ്യണം. ഓക്കെ, സോറി, നമ്മൾ സ്റ്റാർ പിയിൽ ഈ റിട്ടേൺ ചെയ്ത സംഭവം ആക്സസ് ചെയ്യാൻ നോക്കുവാണ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അഡ്രസ്സ്, ജെയുടെ അഡ്രസ്സ് തിരിച്ച് റിട്ടേൺ ചെയ്തിട്ട് അത് പിയിലോട്ട് നമ്മൾ കയറ്റുവാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്റ്റാർ പിയിലോട്ട് നമ്മൾ ഈ ആംപർസാൻഡ് ജെ ആണ് ഇടാൻ പോണത്. ഓക്കെ, സ്റ്റാർ പിയിലോട്ട് നമ്മൾ ആംപർസാൻഡ് ജെ ഇടാൻ പോവാണ്. ഓൾറൈറ്റ്, ആൻഡ് അതാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഓഫ് കോഴ്സ് അതൊരു എറർ കോസ് ചെയ്യും. ലെറ്റ്സ് ജസ്റ്റ് ചെക്ക് വൈ. ഇത് എറർ കോസ് ചെയ്യും. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതും സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് ആണ് ഇതിനകത്ത് ആക്ച്വലി കൂടുതൽ. പിന്നെ നമ്മളിപ്പോൾ ചില കമ്പൈലർ, ആക്ച്വലി ഇതൊരു കമ്പൈലർ ബേസ്ഡ് ഇതാണ്. ഇപ്പോൾ ചില കമ്പൈലർ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാർണിംഗ് തരും. ഇതുപോലെ കമ്പൈൽ ടൈം എറർ എന്തായാലും വരില്ല, പക്ഷേ ഒരു വാർണിംഗ് തന്നിട്ട് നമ്മൾ റൺ ചെയ്യുമ്പോഴാണ് സെഗ്മെൻറ്റേഷൻ ഫോൾട്ട്, ക്രാഷ് ഒക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തുമ്പോൾ ഒരു സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് വരും. അതിന് മുമ്പ് ഒരു വാർണിംഗ് കൂടി വരും. ഓക്കെ, പക്ഷേ നമ്മളിപ്പോൾ ഈ സാൻഫൗണ്ടറി വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ആൻസർ 10 ആണ് കൊടുത്തേക്കുന്നത്. സോ പ്ലീസ് 10 ഔട്ട്പുട്ട് എന്തായാലും ഇതിനകത്ത് പ്രിൻ്റ് ആവത്തില്ല. നമുക്ക് അതിൻ്റെ റീസൺ നോക്കാം, എന്തുകൊണ്ട് ഒരു സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് വരുമെന്ന് നോക്കാം. സോ ഇവിടെ സംഭവം ഈ ഒരു ഫംഗ്ഷൻ, ഓക്കെ, ഈ ഒരു ഫംഗ്ഷനിൽ ഈ ഒരു വേരിയബിൾ, ഓക്കെ, ഇൻറ്റ് ജെ എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു ലോക്കൽ വേരിയബിളാണ്. ഇതിൻ്റെ സ്കോപ്പ്, ജെയുടെ സ്കോപ്പ് ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ എപ്പോഴാണോ എക്സിസ്റ്റ് ചെയ്യണത് അപ്പോഴാണ് ഈ ഇൻറ്റ് ജെ മെമ്മറിയിൽ ഉണ്ടാവുക. ഓക്കെ, സോ നമ്മൾ ഈ കൺട്രോള് ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റിട്ടേൺ തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് പോയി. ഇത് ഇവിടെ നിന്ന് തിരിച്ച് കൺട്രോൾ മെയിൻ ഫംഗ്ഷനിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ മൊത്തത്തിൽ മെമ്മറിയിൽ നിന്ന്, ഈ ഫംഗ്ഷൻ മാത്രമല്ല ഈ ഫംഗ്ഷൻ വെച്ച് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആവും സ്റ്റാക്ക് മെമ്മറിയിൽ നിന്ന്. ഓക്കെ, ലോക്കൽ വേരിയബിൾ ആയതുകൊണ്ട് അത് സ്റ്റാക്ക് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ റാമിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, സ്റ്റാക്ക് മെമ്മറിയുടെ ഒരു സെഗ്മെൻറ്റിലായിരിക്കും ഇത് സേവ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവം, ഈ ഫംഗ്ഷൻ കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാക്ക് മെമ്മറിയിലുള്ള എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ആവും. ഓക്കെ, സോ ഈ സ്റ്റാക്ക് മെമ്മറി ഡിലീറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അഡ്രസ്സ് കൊടുത്തില്ല സ്റ്റാർ പിയിലോട്ട്. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റാർ പിയിലോട്ട് ഒരു അഡ്രസ്സ് കൊടുത്തെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പാടില്ലാത്തൊരു അഡ്രസ്സാണ്. വൈ? ബിക്കോസ് അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ ഒരു അഡ്രസ് ലൊക്കേഷൻ. അതായത് അതിലേക്കുള്ള ആക്സസ് നമുക്കിനി ആക്സസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, വി ആർ നോട്ട് അലൗഡ് ടു ആക്സസ് ഇറ്റ് ബിക്കോസ് നമുക്ക് പെർമിഷൻ ഉള്ളത് മാത്രം നമുക്ക് ഒരു മെമ്മറിയിൽ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഈ ഡിലീറ്റ് ചെയ്ത സംഭവം ഒരു യൂസറിന് പിന്നീട് അത് സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു സെക്യൂരിറ്റി പ്രോട്ടോക്കോളാണ്. നമുക്ക് പെർമിഷൻ ഇല്ലാത്തതൊന്നും നമുക്ക് പ്രോഗ്രാം വഴി ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് ഈ സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് അനുവാദം ഇല്ലാത്ത ഒരു ടെറിട്ടറിയിലേക്ക്, മെമ്മറിയുടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറി ചെല്ലാൻ പോവാണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഒരു സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് വരും. ഓക്കെ, കാരണം ഈ ഫംഗ്ഷൻ്റെ എല്ലാ വേരിയബിൾസും ഈ സംഭവം കഴിയുമ്പോൾ
ഡിലീറ്റായി. സോ പിന്നെ നമ്മളത് ഡീറെഫറൻസ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കണേ, ആ സംഭവം ഇല്ല, അങ്ങനത്തെ ഒരു സാധനം ഇല്ല. റൈറ്റ്, നമ്മൾ ഈ കൺട്രോൾ തിരിച്ചു പോകുമ്പോഴത്തേനും അതെല്ലാം നഷ്ടം, ഇറ്റ്സ് ലോസ്റ്റ്. ഓക്കെ, മെമ്മറിയിൽ നിന്ന് അത് ലോസായി. അതുകൊണ്ട് നമുക്കത് ഡീറെഫറൻസ് ചെയ്യാൻ ഇനി നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല. റൈറ്റ്, ദാറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത്, എന്താ പറയുക, ഒരിക്കലും ഒരു ലോക്കൽ വേരിയബിളിൻ്റെ അഡ്രസ്സ് മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യരുത്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇതൊരു ലോക്കൽ വേരിയബിൾ ആണല്ലോ, ഇതിൻ്റെ അഡ്രസ്സ് നമ്മൾ മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്യുവാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇറ്റ് വിൽ കോസ് ഒരു സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് കോസ് ചെയ്യും. കാരണം ഇതിൻ്റെ സ്കോപ്പ്, ഈ ലോക്കൽ വേരിയബിളിൻ്റെ സ്കോപ്പ് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ്. ഈ ഫംഗ്ഷൻ കഴിയുമ്പോൾ ഇതിൻ്റെ ലൈഫ് ടൈം തീർന്നു. റൈറ്റ്, ഹവെവർ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണം എങ്കിൽ, ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടല്ലോ, ഇതുപോലത്തെ ഒരു ഐറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇത് ഡൈനാമിക് മെമ്മറി അലൊക്കേഷനാണ്. ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ വേരിയബിൾ സേവ് ചെയ്യുന്നത് ഹീപ്പ് മെമ്മറിയിലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു, ഹീപ്പ് മെമ്മറിയിലാണ്. ഹീപ്പ് ആകുമ്പോൾ അത് മൊത്തം പ്രോഗ്രാം, അതായത് പ്രോഗ്രാം എന്തോരം നേരം ഉണ്ടാവുന്നോ അത്രയും നേരം നമ്മുടെ ഹീപ്പ് മെമ്മറി കാണും. സോ ഈ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ റിട്ടേൺ ചെയ്താലും നമ്മുടെ ഹീപ്പ് മെമ്മറി അപ്പോഴും അവിടെ ഉണ്ട്, അപ്പോഴും ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദിസ് കേസ് എന്താ പറയുക, ഈ കേസിൽ സ്റ്റാക്കിലാണ് ഈ സാധനം പോണത്. നമ്മൾ ഡൈനാമിക്കലി മെമ്മറി അലൊക്കേറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സാണ് തിരിച്ചു കൊടുക്കുന്നത്. സോ ഇത് മെമ്മറി സ്റ്റാക്കിലേക്കാണ് പോകുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഈ ഫംഗ്ഷൻ കഴിയുമ്പോൾ മെയിൻ ഫംഗ്ഷനിലോട്ട് തിരിച്ച് കൺട്രോൾ വരുമ്പോൾ എവറിത്തിങ് ഈസ് ലോസ്റ്റ്. ഓക്കെ, എല്ലാം ഈ സംഭവം ഫുൾ മെമ്മറിയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യും. സോ ഇതിൻ്റെ ആൻസർ സെഗ്മെൻറ്റേഷൻ ഫോൾട്ടാണ്. റൈറ്റ്, ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പോകാം. Comment on the following pointer declaration. Okay, int star ptr, p. ഇതിന് ഒരു കുഴപ്പമില്ല, ഒരേ ലൈനിൽ തന്നെ നമ്മളൊരു ഇൻറ്റിജറിലോട്ട് പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്ററും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം ഒരു നോർമൽ വേരിയബിളും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നത്തിങ് റോങ് ഇൻ ദിസ്. സോ നമുക്ക് ഓപ്ഷൻ ഈ നോക്കാം. ptr is a pointer to integer, p is not. ptr is a pointer to integer, p is not. It's correct. ഇത് കറക്റ്റാണ്. ptr and p both are pointers to integer. അല്ല, പോയിൻ്റർ ഏതാണോ സ്റ്റാർ ഉള്ളതാണ് പോയിൻ്റർ. അപ്പോൾ രണ്ടും പോയിൻ്റർ അല്ല, ഇതൊരു നോർമൽ വേരിയബിളാണ്. ഓക്കെ, ഇതൊരു പോയിൻ്ററാണ്. സോ ഓപ്ഷൻ ബി തെറ്റാണ്. ptr is a pointer to integer, correct. p may or may not be. may or may not be ഒന്നുമല്ല, ഒന്നുകിൽ സംഭവമാണ് അല്ലെങ്കിൽ അല്ല. സോ p എന്തായാലും അല്ല. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ptr and p both are pointers to integer, അതും തെറ്റാണ്. ഇവിടെ ptr മാത്രമാണ് ഒരു പോയിൻ്റർ, p ജസ്റ്റ് ഒരു നോർമൽ വേരിയബിളാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What will be the output of the following C code? Int main, okay, int star ptr a equal to 10. Okay, so രണ്ട് ഇൻറ്റിജർ a equal to 10 ഉണ്ട്, ഒരു പോയിൻ്ററിലോട്ട് പോയിൻ്റ് ചെയ്യുന്ന ഒരു ptr കൂടി ഉണ്ട്. alright, ptr is equal to ampersand a. ptrലോട്ട് നമുക്ക് എയുടെ അഡ്രസ്സ് സേവ് ചെയ്തു. സോ ഇപ്പോൾ ptr പോയിൻ്റ് ചെയ്യുന്നത് എയിലോട്ടാണ്. ഓക്കെ, സ്റ്റാർ ptr പ്ലസ് ഈക്വൽ ടു 1. സ്റ്റാർ ptr പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ സ്റ്റാർ ptr എന്താണ്? സ്റ്റാർ ptr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ തന്നെയാണ്, എയിൽ എന്താണോ അത് തന്നെയാണ് ഈ സ്റ്റാർ ptr. ഓക്കെ, പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മുടെ അസൈൻമെൻറ്റ് പ്ലസ് ഇൻക്രിമെൻ്റ് ആണ്. സോ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്റ്റാർ ptr ഇസ് ഈക്വൽ ടു സ്റ്റാർ ptr പ്ലസ് 1 എന്ന് വരും. സ്റ്റാർ ptr ഇസ് ഈക്വൽ ടു സ്റ്റാർ ptr പ്ലസ് 1 എന്ന് പറയുമ്പോൾ സ്റ്റാർ ptrൻ്റെ വാല്യൂ അവിടെ 11 ആവും. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിൻ്റ് എഫ് സ്റ്റാർ ptrഉം പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം എയും പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ സംഭവം സ്റ്റാർ ptr പ്രിൻ്റ് ചെയ്യുമ്പോൾ 11 കിട്ടും, എ പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10 കിട്ടോ 11 കിട്ടോ? ഓക്കെ, സോ അതിനാണ് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ptr എയിലോട്ട് പോയിൻ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, സോ ptr എയിലോട്ട് പോയിൻ്റ് ചെയ്യണം. ptr എയിലോട്ട് പോയിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ptr വെച്ച് എന്ത് ചേഞ്ച് വരുത്തിയാലും അത് എയിൽ റിഫ്ലക്റ്റ് ആവും, ബിക്കോസ് ഇറ്റ്സ് എ പോയിൻ്റർ. അതാണല്ലോ പോയിൻ്ററിൻ്റെ ഹോൾ ഉദ്ദേശം. എനിക്ക് എയുടെ വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ptrൻ്റെ സാധനം മാറ്റിയാൽ മതി. സോ സ്റ്റാർ ptr വെച്ച് ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യണം. സ്റ്റാർ ptr ഇസ് ഈക്വൽ ടു സ്റ്റാർ ptr പ്ലസ് 1 ചെയ്യുമ്പോഴത്തേനും സ്റ്റാർ ptr വെച്ച് വാല്യൂ ആക്സസ് ചെയ്താലും എ വെച്ച് ആക്സസ് ചെയ്താലും നമ്മുടെ വാല്യൂ മാറിയ ചേഞ്ച്ഡ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം വി ആർ പോയിൻറ്റിങ് ടു എ. സോ പിന്നീട് അത് മാറ്റിക്കഴിഞ്ഞാൽ എയുടെ വാല്യൂ ചേഞ്ച് ആവും. സോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ എ ഹോൾഡ് ചെയ്യണ വാല്യൂ 11 ആവും. ഓക്കെ, എയിലും 11 ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസർ 11 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ptrലും 11 ആയിരിക്കും, പിന്നെ എന്താ പറയുക എയും ഓൾസോ വിൽ ബി
11. Okay. Next question. Comment on the following C statement. Okay. Const int star ptr. എന്താണ് ഈ സംഭവം? കുറേ ഇങ്ങനത്തെ ചിലത് ഇൻറ്റ് കോൺസ്റ്റ് പി ടി ആർ വരും, കോൺസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണാം. എന്താണ് ഈ സംഭവം? ഇതാണ് തന്നെ നമ്മൾ പഠിക്കേണ്ടത്. ഇതെങ്ങനെ വായിച്ചെടുക്കേണ്ടതെന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ. സോ ഇത് വായിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇവിടെ സ്റ്റാർ പി ടി ആർ ഉണ്ടല്ലോ, സ്റ്റാറിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ. ഇതെന്താണ്? ഇതൊരു പോയിൻ്ററാണ്. സ്റ്റാർ പി ടി ആർ എന്നൊരു പോയിൻ്ററാണ്. ഇത് പോയിൻ്റർ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റിജർ, അങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. സോ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റർ, എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് പോകണം. പോയിൻ്റർ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റിജർ ആണ് ഈ സംഭവം. ഓക്കെ. സോ പോയിൻ്റർ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് ഏതാണ്? കോൺസ്റ്റൻറ്റ് നമ്മുടെ ഇൻറ്റിജറാണ്, നമ്മുടെ വാല്യൂ ആണ് കോൺസ്റ്റൻറ്റ്. പോയിൻ്റർ ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല. ഓക്കെ. സോ അതിൻ്റെ അർത്ഥം പോയിൻ്ററിന് ഇപ്പോൾ ഒരു ഇനിഷ്യൽ ഒരു അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് എനിക്ക് ആ അഡ്രസ്സ് മാറ്റിയാലും കുഴപ്പമില്ല. പക്ഷേ ആ പോയിൻ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആദ്യം കൊടുക്കുന്നത് എന്താണോ അത് തന്നെയായിരിക്കും അതായിരിക്കണം ത്രൂ ഔട്ട്. ബിക്കോസ് പോയിൻ്റർ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റിജർ ആണ്, ആ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. യു കനോട്ട് ചേഞ്ച് ദ വാല്യൂ പോയിൻറ്റഡ് ബൈ ദ പോയിൻ്റർ. വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് കറക്റ്റ്. ലെറ്റ്സ് ലുക്ക് അറ്റ് അതർ സ്റ്റേറ്റ്മെൻറ്റ്സ്. യു കനോട്ട് ചേഞ്ച് ദ പോയിൻ്റർ പി ടി ആർ ഇറ്റ് സെൽഫ്. അത് റോങ് ആണ്. പോയിൻ്ററോട് കോൺസ്റ്റൻ്റ് അല്ല, പോയിൻ്റർ നമുക്ക് മാറ്റാം. പോയിൻ്ററിന് ഇപ്പോൾ ആദ്യം ആംപേഴ്സാൻഡ് എ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ആംപേഴ്സാൻഡ് ബി കൊടുക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. യു മേ ഓർ മേ നോട്ട് ചേഞ്ച് ദ വാല്യൂ. ഓക്കെ. മേ ഓർ മേ നോട്ട് എപ്പോൾ കണ്ടാലും നമ്മൾ ആക്കിക്കോ, ബിക്കോസ് ആൻസർ എപ്പോഴും എന്തെങ്കിലും ഫിക്സ്ഡ് ആയിരിക്കുള്ളൂ. യു ക്യാൻ ചേഞ്ച് ദ പോയിൻ്റർ ആസ് വെൽ ആസ് ദ വാല്യൂ പോയിൻറ്റഡ് ബൈ ഇറ്റ്. നോ, പോയിൻ്റർ ചേഞ്ച് ചെയ്യാം, പക്ഷേ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ്. യു കനോട്ട് ചേഞ്ച് ദ വാല്യൂ പോയിൻറ്റഡ് ബൈ ദ പോയിൻ്റർ. ഓക്കെ. കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ യു ക്യാൻ ചേഞ്ച് ദ പോയിൻ്റർ മാറ്റാം. പോയിൻ്റർ മാറ്റാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ, അത് പോയിൻ്റ് ഇരിക്കുന്ന വാല്യൂ മാറ്റാം. പക്ഷേ പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ അല്ല, പോയിൻ്റർ ഹോൾഡ് ചെയ്യുന്ന അഡ്രസ്സ് മാറ്റാം. പക്ഷേ പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ മാറ്റാൻ പാടില്ല. ബിക്കോസ് ദിസ് ഇസ് എ പോയിൻ്റർ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റിജർ. കുറച്ചുകൂടി ഇതുപോലത്തെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ഇവിടെ കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ സ്റ്റാർ പി ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കേസാണിത്. അഗൈൻ നമ്മൾ ഈ സ്റ്റാർ എവിടെയാണോ അത് ആദ്യം വായിക്കുക. സോ പോയിൻ്റർ, ഇതൊരു പോയിൻ്ററാണ്. എങ്ങോട്ടേക്കാണ്? ടു കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ. ഇതൊരു പോയിൻ്റർ ടു കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ. പോയിൻ്റർ ടു കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ. ഓക്കെ. വാല്യൂ പോയിൻറ്റഡ് ബൈ ദ പോയിൻ്റർ cannot be changed. Value cannot be changed കാരണം എന്താ? കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് ദ പോയിൻ്റർ ക്യാൻ ബി ചേഞ്ച്ഡ്. പോയിൻ്ററിന് മാറ്റാം. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ക്യാരക്ടർ എക്ക് നമ്മളൊരു എക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ. ബിക്ക് നമ്മൾ ഇവിടെ ഞാനൊരു വൈ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചോ. ഓക്കെ. കോൺസ്റ്റൻറ്റ്. ഓക്കെ. സോ ഇത് പോയിൻ്റർ ടു കോൺസ്റ്റൻറ്റ് ക്യാരക്ടറാണ്. ഇസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് എയുടെ അഡ്രസ്സ് കൊടുക്കുകയാണ്. റൈറ്റ്. പിന്നീട് നമ്മൾ പി ടി ആറിൻ്റെ അഡ്രസ്സ് ബി ആക്കുവാണ്. അത് വാലിഡ് ആണ്. റൈറ്റ്. ദിസ് ഇസ് ഓക്കെ. കാരണം എന്താ? പോയിൻ്റർ കോൺസ്റ്റൻ്റ് അല്ല. പക്ഷേ നമ്മളിവിടെ സ്റ്റാർ പി ടി ആർ ഈക്വൽ ടു ഒരു വൈ ഇട്ട് കൊടുക്കുകയാണ്. അത് ഇൻവാലിഡ് ആണ്. കാരണം എന്താ? ഈ ഒരു സംഭവത്തിൽ അതിൻ്റെ വാല്യൂ ഹാസ് ടു ബി കോൺസ്റ്റൻറ്റ്. ഓക്കെ. വാല്യൂ ഇവിടെ എ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ എന്താണോ എക്സ്, അതാണ് ഇതിനകത്തുള്ള വാല്യൂ. പക്ഷേ നമ്മളിവിടെ വീണ്ടും അത് വൈയിലോട്ട് മാറ്റാൻ നോക്കുകയാണ്. സോ ദിസ് ഇസ് ഇൻവാലിഡ്. സോ ഇതാണ് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. പോയിൻ്റർ ടു കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ, നോട്ട് കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ. ഓക്കെ. ഇങ്ങനെ എഴുതിയാലും ഇവിടെ കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ എഴുതിയാലും ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എഴുതാൻ സെയിം ആണ്. പോയിൻ്റർ ടു ക്യാരക്ടർ കോൺസ്റ്റൻറ്റും പോയിൻ്റർ ടു കോൺസ്റ്റ് ക്യാരക്ടറും, ഓക്കെ, ക്യാരക്ടർ കോൺസ്റ്റൻറ്റും കോൺസ്റ്റൻറ്റ് ക്യാരക്ടറും രണ്ടും സെയിം ആണ്. റൈറ്റ്. സോ നമുക്കിനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ക്യാരക്ടർ സ്റ്റാർ കോൺസ്റ്റ് പി ടി ആർ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സോ സെയിം റൂൾ. സ്റ്റാർ എവിടെയാണോ അത് ആദ്യം വായിക്കുക. ഓക്കെ. ഇത് ഇത്രയും വായിക്കുക. ഇത് ഒരു കോൺസ്റ്റൻറ്റ് പോയിൻ്ററാണ്. കോൺസ്റ്റൻറ്റ് പോയിൻ്റർ ടു എങ്ങോട്ടാണ്? ക്യാരക്ടറാണ്. ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ് പോയിൻ്റർ ടു ക്യാരക്ടർ. ഓക്കെ. നേരത്തെ വായിച്ച പോലെ തന്നെ ഇതിപ്പോൾ പോയിൻ്റർ ടു കോൺസ്റ്റൻറ്റ് ക്യാരക്ടറാണ്. ഇത് കോൺസ്റ്റൻറ്റ് പോയിൻ്റർ ടു ക്യാരക്ടറാണ്. ഓക്കെ. കോൺസ്റ്റൻറ്റ് പോയിൻ്റർ ടു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഓക്കെ. വാല്യൂ കോൺസ്റ്റൻറ്റ് പോയിൻ്ററാണ്. സോ വാല്യൂ പോയിൻറ്റഡ് ബൈ ദ പോയിൻ്റർ ക്യാൻ ചേഞ്ച്. ഈ വാല്യൂവിന് മാറ്റം വരുത്താം. പക്ഷേ ബട്ട് ദ പോയിൻ്റർ ക്യാനോട്ട് ബി ചേഞ്ച്ഡ്. ഈ പോയിൻ്റർ കോൺസ്റ്റൻ്റ് ആണ്. പോയിൻ്ററിന് ഒരു അഡ്രസ്സ് മാത്രം പോയിൻ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ എക്സാം. ക്യാരക്ടർ എക്സ് ഉണ്ട്, ക്യാരക്ടർ ബിന് വൈ ഇട്ട് കൊടുക്കുകയാണ്.
and character pointer to constant. ഓക്കെ, ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് കോൺസ്റ്റൻറ്റ് പോയിൻറ്റർ ടു ക്യാരക്ടർ. ഓക്കെ, സോ അത് നമ്മളൊരു ആംപർസാൻഡ് എന് ഇട്ട് കൊടുക്കുകയാണ്. ആംപർസാൻഡ് എ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ പി ടി ആറിന് ആംപർസാൻഡ് ബി ഇട്ട് കൊടുക്കുകയാണ്. പി ടി ആറിന് ആംപർസാൻഡ് ബി ഇട്ട് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻവാലിഡ്. വൈ? പോയിൻറ്റർ കോൺസ്റ്റൻ്റ് ആണ്. ഓൾറൈറ്റ്, പക്ഷേ പി ടി ആർ സ്റ്റാർ പി ടി ആറിന് വൈ നമ്മൾ ചേഞ്ച് ചെയ്യണം, അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. ദാറ്റ് ഇസ് വാലിഡ്. അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, വാല്യൂ കോൺസ്റ്റൻ്റ് അല്ല. ഓൾറൈറ്റ്, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. ലാസ്റ്റ് കേസ് നോക്കാം. ഇവിടെ കോൺസ്റ്റൻ്റ് ഉണ്ട്, ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. സെയിം ആസ് ബിഫോർ, സ്റ്റാറിലുള്ളത് ആദ്യം വായിക്കുക. കോൺസ്റ്റൻറ്റ് പോയിൻറ്റർ ടു കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ. വെരി ഈസി. കോൺസ്റ്റൻറ്റ് പോയിൻറ്റർ ടു കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ ആണ്. സെയിം ഇതിനകത്ത് ഇപ്പോൾ പോയിൻറ്ററും കോൺസ്റ്റൻ്റ് ആണ്, ക്യാരക്ടറും കോൺസ്റ്റൻ്റ് ആണ്. പോയിൻ്റ് ചെയ്യണ വാല്യൂയും കോൺസ്റ്റൻ്റ് ആണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നീദർ ദ വാല്യൂ ദ പോയിൻറ്റർ ഇസ് പോയിൻറ്റിംഗ് ടു നോർ ദ പോയിൻറ്റർ ക്യാൻ ബി ചേഞ്ച്ഡ്. ഓക്കെ, ബോത്ത് കേസസ് ഇൻ പ്രീവിയസ് എക്സാമ്പിൾ ബിക്കം ഇൻവാലിഡ്. അപ്പോൾ മുമ്പ് നമ്മൾ കണ്ട രണ്ട് കേസും ഇൻവാലിഡ് ആവും ഈ ഒരു എക്സാമ്പിൾ. ഓക്കെ, ബിക്കോസ് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ഈ മൂന്ന് കേസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് പോയിൻറ്റർ ടു കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ, കോൺസ്റ്റൻറ്റ് പോയിൻറ്റർ ടു ക്യാരക്ടർ, പിന്നെ ലാസ്റ്റ് കേസ് പോയിൻറ്റർ ടു കോൺസ്റ്റൻറ്റ് ക്യാരക്ടർ. ഈ മൂന്ന് കേസ് നിങ്ങൾ നന്നായിട്ട് തൊറവായിട്ട് ഇരുന്ന് പഠിക്കുക. അത് വീണ്ടും ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആവും. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്ഥിരം ഒരു എന്താ പറയുക ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന സംഭവമാണ്, എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് വൈവയിൽ. ഓക്കെ, വൈവയിൽ ചോദിക്കും, അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ കോൺസെപ്റ്റ് ഇസ് വെരി ഈസി. Alright, so ഇതോടെ നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞു, and hope to see you in the next video. Alright, please do subscribe, share and take care.